നമസ്കാരം, ഞാൻ ഡോക്ടർ ഗ്രീഷ്മ, ആയുർവേദ കോസ്മെറ്റോളജിസ്റ്റ്, സാറ സ്കിൻ കെയർ. കിച്ചണിലുള്ള ഇൻഗ്രീഡിയൻസ് വെച്ച് ഫേസ് പാക്ക് ഉണ്ടാക്കിയാൽ സ്കിന്നിന് അത് സേഫ് ആണ് എന്നാണ് പലരും കരുതുന്നത്. മഞ്ഞൾ, നാരങ്ങ, കോഫി ഇതൊക്കെ നാച്ചുറൽ അല്ലേ? അപ്പോൾ ഇത് സ്കിന്നിനെ ഇറിറ്റേറ്റ് ചെയ്യിക്കുമോ എന്നാണ് പലരും ചോദിക്കുന്നത്. എന്നാൽ നാച്ചുറൽ ആണ് എന്ന ഒറ്റ കാരണം കൊണ്ട് ഇത് സ്കിന്നിന് സേഫ് ആണ് എന്നത് വെറും തെറ്റിദ്ധാരണയാണ്. ഇത് നമുക്ക് ഇത്തരം ഫേസ് പാക്ക് എങ്ങനെ ശരിയായിട്ട് ഉപയോഗിക്കാം, ഏതൊക്കെ സ്കിൻ ടൈപ്പിന് ഏതൊക്കെ ഫേസ് പാക്ക് അവോയ്ഡ് ചെയ്യണം എന്നുള്ളത് കൃത്യമായിട്ട് നോക്കാം. ആദ്യത്തെ കാര്യം, ഇത്തരം ഫേസ് പാക്സ് യൂസ് ചെയ്യുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒരേ പാക്ക് തന്നെ എല്ലാ സ്കിൻ ടൈപ്പിനും സ്യൂട്ട് ആയിക്കൊള്ളണം എന്നില്ല. ഒരേ ഇൻഗ്രീഡിയൻറ്റ് ഒരാൾക്ക് സ്കിൻ ഗ്ലോ ചെയ്യിക്കാൻ ഹെൽപ്പ് ചെയ്യുമെങ്കിലും വേറൊരാൾക്ക് അത് ചിലപ്പോൾ ഇറിറ്റേറ്റ് ചെയ്യിക്കുക, മുഖക്കുരു വരുത്തുക, ഡള്ളാക്കുക ഒക്കെ ചെയ്യാം. അതുകൊണ്ട് എൻ്റെ ഫ്രണ്ട് യൂസ് ചെയ്തിട്ട് നല്ല റിസൾട്ട് കിട്ടിയെന്ന് വിചാരിച്ച് എല്ലാം കയറി പരീക്ഷിക്കാതിരിക്കുക. ഇനി ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം, എന്ത് നമ്മൾ മുഖത്ത് അപ്ലൈ ചെയ്യുന്നതിന് മുമ്പായിട്ടും ഒരു പാച്ച് ടെസ്റ്റ് ചെയ്യുന്നത് നല്ലതായിരിക്കും. അത് ചിലപ്പോൾ തേനോ തൈരോ അലോവേരോ എന്തോ ആയിക്കോട്ടെ, ഒന്ന് പാച്ച് ടെസ്റ്റ് എടുക്കാം. പാച്ച് ടെസ്റ്റ് ചെയ്യാനായിട്ട് നമ്മുടെ പാക്കിൻ്റെ ചെറിയൊരു അളവിലെടുക്കാം. അത് സ്കിന്നിൻ്റെ ചെറിയൊരു പോർഷനിൽ അപ്ലൈ ചെയ്ത് കൊടുക്കാം. സാധാരണയായിട്ട് ചെവിൻ്റെ പുറകുവശത്ത്, എൽബോയിൻ്റെ ഇന്നർ സൈഡിലൊക്കെ ആയിട്ടാണ് അപ്ലൈ ചെയ്യുന്നത്. അതൊരു 10-15 മിനിറ്റ് വെച്ചതിന് ശേഷം കഴുകിക്കളയാം. അടുത്തൊരു 24 മണിക്കൂർ നമ്മൾ ഈ അപ്ലൈ ചെയ്ത പോർഷൻ ഒബ്സർവ് ചെയ്യുക എന്നുള്ളതാണ്. എന്തെങ്കിലും ഇറിറ്റേഷൻ, റെഡ്നെസ് അല്ലെങ്കിൽ ചെറിയ ചെറിയ കുരുക്കൾ, പുകച്ചിൽ പോലെ അങ്ങനെ എന്തെങ്കിലുമൊക്കെ വരികയാണെങ്കിൽ അത് തീർച്ചയായിട്ടും മുഖത്ത് അപ്ലൈ ചെയ്യാൻ പറ്റില്ല എന്നുള്ളതാണ്. ഇനി പാക്ക് എങ്ങനെയാണ് കൃത്യമായിട്ട് അപ്ലൈ ചെയ്യുന്നത് എന്ന് നോക്കാം. ഒരു ക്ലീൻ ആയിട്ടുള്ള ഫേസിൽ വേണം അപ്ലൈ ചെയ്യാനായിട്ട്. ഫേസ് ഒക്കെ നന്നായിട്ട് വാഷ് ചെയ്തിട്ട് വേണം പാക്ക് ഇടാനായിട്ട്. പാക്ക് ഒരു തിൻ ലെയർ അപ്ലൈ ചെയ്താൽ മതി. ഒരുപാട് കട്ടിക്ക് ഇട്ടു എന്ന് വിചാരിച്ച് ഗ്ലോ ഒന്നും കൂടാൻ പോണില്ല. അതൊരു തിൻ ലെയർ തന്നെ ധാരാളം മതിയാവും. ഒരു ലെയർ ഉണങ്ങി അതിന് മുകളിൽ തന്നെ വേറെ ലെയർ ഇടുക, അങ്ങനെയൊന്നും ചെയ്യാതിരിക്കാം. പാക്ക് ഇടുമ്പോൾ കണ്ണിന്റെ ഏരിയ, ലിപ്സ് ഇതൊക്കെ ഒഴിവാക്കാം. അതുപോലെ തന്നെ പാക്ക് ഇട്ടതിന് ശേഷം സംസാരിക്കുക, ചിരിക്കുക ഇതൊന്നും ചെയ്യാതിരിക്കുക. റിലാക്സ് ചെയ്തിട്ട് ഇരിക്കാം. ഇനി ഏറ്റവും വലിയ മിസ്റ്റേക്ക് പലരും ചെയ്യുന്നത് പാക്ക് കംപ്ലീറ്റ്ലി ഡ്രൈ ആവുന്നവരെ കാത്തിരിക്കുക എന്നുള്ളതാണ്. ഇങ്ങനെ ഒരിക്കലും ചെയ്യാതിരിക്കുക. കാരണം പാക്ക് ഡ്രൈ ആവുമ്പോൾ ഇത് നമ്മുടെ സ്കിന്നിൽ നിന്നുള്ള മോയ്സ്ചർ അബ്സോർബ് ചെയ്യും. അപ്പോൾ സ്കിന്ന് കുറച്ചും കൂടെ ഡ്രൈ ആവാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് പാക്ക് ഒരു സെമി ഡ്രൈ സ്റ്റേജിൽ തന്നെ കഴുകിക്കളയാം. ഒരു 10-15 മിനിറ്റ് വെച്ചാൽ തന്നെ മതിയാവുമായിരിക്കും. ഇനി എത്ര നാൾ കൂടുമ്പോൾ പാക്സ് അപ്ലൈ ചെയ്യണം? എല്ലാ ദിവസവും പാക്സ് അപ്ലൈ ചെയ്യുന്ന ആളുകളുണ്ട്. പക്ഷെ ഇതൊരിക്കലും സ്കിന്നിന് നല്ലതല്ല. ഓയിലി അല്ലെങ്കിൽ നോർമൽ സ്കിന്നുള്ള ആളുകൾക്ക് ആഴ്ചയിൽ ഒരു ദിവസം അപ്ലൈ ചെയ്താൽ മതിയാവും. ഇനി ഡ്രൈ അല്ലെങ്കിൽ സെൻസിറ്റീവ് സ്കിന്നുള്ള ആളുകൾക്കാണെങ്കിൽ 10 ദിവസത്തിലൊരിക്കലോ അല്ലെങ്കിൽ 2 ആഴ്ചയിലൊരിക്കലോ ഒക്കെ പാക്ക് അപ്ലൈ ചെയ്യാം. സ്കിന്നിന് അത്യാവശ്യം റെസ്റ്റ് കൊടുക്കാനുള്ള ഒരു സമയം കണ്ടെത്താം. ഇനി പാക്സ് ചൂസ് ചെയ്യുമ്പോൾ പലരും ചെയ്യുന്ന കുറച്ച് മിസ്റ്റേക്സ് ഉണ്ട്. അതായത് നാരങ്ങയൊക്കെ ഡയറക്റ്റ് ആയിട്ട് മുഖത്ത് അപ്ലൈ ചെയ്യാതിരിക്കുക. അതുപോലെ തന്നെ ബേക്കിംഗ് സോഡ, ടൂത്ത് പേസ്റ്റ് ഇതൊക്കെ മുഖത്ത് അപ്ലൈ ചെയ്യുന്ന ആളുകളുണ്ട്. ഇതൊരിക്കലും ചെയ്യാതിരിക്കുക. കാരണം ഇത് സ്കിൻ ബാരിയർ നശിപ്പിക്കും. ചിലപ്പോൾ ഇനീഷ്യലി നമുക്ക് ചെറിയൊരു ബ്രൈറ്റ്നസ് പോലെയൊക്കെ തോന്നാം. പക്ഷെ അത് പതുക്കെ പതുക്കെ പിഗ്മെന്റേഷൻ, സെൻസിറ്റിവിറ്റി, ഡ്രൈനെസ് ഇതൊക്കെ കൂട്ടാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ഇത്തരം കാര്യങ്ങൾ മുഖത്ത് അപ്ലൈ ചെയ്യുന്നത് ഒഴിവാക്കാം. ഇനി ഫേസ് പാക്സ് ഉപയോഗിക്കുമ്പോൾ ഓരോ സ്കിൻ ടൈപ്പിനും ഒഴിവാക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. അതായത് ഇപ്പോൾ ഡ്രൈ സ്കിൻ ഉള്ളവർക്ക് ലെമൺ ഒക്കെ ഉപയോഗിക്കുന്ന കൂടുതൽ ഇറിറ്റേഷൻ കോസ് ചെയ്യും. അതുപോലെ തന്നെ മുൾട്ടാനി മിറ്റി ഫേസ് പാക്ക് ചില ആളുകൾ യൂസ് ചെയ്യുന്ന കണ്ടിട്ടുണ്ട്. മുൾട്ടാനി മിറ്റി മഞ്ഞളും മാത്രമായിട്ട് മുഖത്ത് അപ്ലൈ ചെയ്യാറുണ്ട്. ഇത് കൂടുതൽ ഡ്രൈനെസ് കോസ് ചെയ്യാൻ കാരണമാവുന്നുണ്ട്. അപ്പൊ മുൾട്ടാനി മിറ്റി ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ അതിന്റെ കൂടെ പാലോ തൈരോ ഒക്കെ ഉപയോഗിക്കുകയാണെങ്കിൽ കുറച്ചും കൂടെ മോയ്സ്ചറൈസിങ് ആക്കി നമുക്ക് മാറ്റാൻ പറ്റും. ഇനി ഓയിലി സ്കിൻ ഉള്ളവർക്ക് വെളിച്ചെണ്ണ ചേർത്ത പാക്ക്, അതുപോലെ തന്നെ തൈര്, പാല് പോലുള്ളവ ചേർത്ത പാക്കുകളൊക്കെ ഒഴിവാക്കാം. സെൻസിറ്റീവ് സ്കിന്നുള്ളവരാണ് ഇത്തരം പാക്കുകൾ ഉപയോഗിക്കുമ്പോൾ ഏറ്റവും ശ്രദ്ധ വേണ്ടത്. ഇവർ നിർബന്ധമായിട്ടും ഒരു പാച്ച് ടെസ്റ്റ് ചെയ്തിരിക്കണം. ഒരുപാട് പാക്സ് മാറ്റി മാറ്റി എക്സ്പെരിമെന്റ് ചെയ്യാതിരിക്കുക. ഒരു പാക്ക് നമുക്ക് സ്യൂട്ട് ആവുന്നുണ്ട് എന്ന് കണ്ടാൽ അതന്നെ സ്റ്റിക്ക് ഓൺ ചെയ്യാം. അതുപോലെ തന്നെ നമ്മുടെ സ്കിൻ ടൈപ്പ് മനസ്സിലാക്കി അതിനനുസരിച്ചുള്ള കെയർ സ്കിന്നിന് നൽകാം. ഇത്തരം ഹോം റെമഡീസ് നമ്മുടെ സ്കിന്നിന് മോശമാണ് എന്നല്ല, പക്ഷെ നമ്മുടെ സ്കിൻ ടൈപ്പ് മനസ്സിലാക്കി നമ്മുടെ സ്കിന്നിനെ സ്യൂട്ട് ചെയ്യുന്ന പ്രോഡക്ട്സ് യൂസ് ചെയ്യാൻ ശ്രദ്ധിക്കുക. നിങ്ങൾ ഇത്രയും നാളും കറക്റ്റ് ആയിട്ടാണോ പാക്ക് അപ്ലൈ ചെയ്തിട്ടുള്ളത് എന്ന് കമന്റ് ചെയ്യുക. അതുപോലെ തന്നെ വീഡിയോ ഇൻഫോർമേറ്റീവ് ആയിട്ട് തോന്നുന്നുണ്ടെങ്കിൽ മറ്റുള്ളവർക്ക് വേണ്ടിയിട്ടും ഷെയർ ചെയ്യാം.